നമസ്കാരം, മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റ് വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ഒരു പുതിയ നോട്ടിഫിക്കേഷൻ പറയാൻ പോവുകയാണ്. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയാൻ പോകുന്നു. 1 ക്വാളിഫിക്കേഷൻ, 2 സിലബസ്, 3 അഡ്വൈസ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം നമുക്കൊരു പുതിയ നോട്ടിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുമ്പുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ചർച്ച ചെയ്യാം. അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ക്വാളിഫിക്കേഷനൊക്കെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 409/2017, ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്, നെയിം ഓഫ് പോസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ നോക്കണ്ട, നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കണ്ട. ക്വാളിഫിക്കേഷൻ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പഴയ നോട്ടിഫിക്കേഷൻ എടുത്തത്. നമുക്ക് നോക്കാം എന്താണ് ക്വാളിഫിക്കേഷൻ. പാസ് ഇൻ ദ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇൻ സയൻസ്, എ പാസ് ഇൻ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഇൻ സയൻസ്, എ പാസ് ഇൻ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ബി ഗ്രേഡ് ഇൻ സയൻസ്, എ പാസ് ഇൻ എനി ഇക്വലന്റ് എക്സാമിനേഷൻ. അതായത് +2 സയൻസ് വേണം. +2 എന്താണ്, പഴയ പ്രീ ഡിഗ്രി ആണ്, അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ +2 ഡിഗ്രി വേണം, +2 വേണം, +2 സയൻസ് വേണം. ഓക്കെ, പിന്നെയാണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് എ പാസ് ഇൻ ദ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് MLT കണ്ടക്ടഡ് ഇൻ ദ മെഡിക്കൽ കോളേജസ് ഓഫ് കേരള ഓർ എനി അതർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അതായത് +2 സയൻസും MLT ഉണ്ടായിരിക്കണം. ആ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയാം, എ പാസ് ഇൻ ദ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് MLT കണ്ടക്ടഡ് ഇൻ ദ മെഡിക്കൽ കോളേജസ് ഓഫ് കേരള ഓർ എനി അതർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. +2 സയൻസ് വേണം, MLT ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണം. ഈ 2 ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് സംശയം മാറി വിശ്വസിക്കുന്നു. +2 സയൻസ്, പ്രീ ഡിഗ്രി ആയാലും കുഴപ്പമില്ല, സയൻസ് വേണം. രണ്ടാമത്തെ കാര്യം എന്താണ്, MLT വേണം. ഓക്കെ, സിലബസിലേക്ക് പോവുകയാണ്. അന്ന് കുറെ എക്സാമിന് ഒന്നിച്ചൊരു സിലബസ് വന്നതാണ്. നമ്മുടെ ഈ പറയാൻ പോകുന്ന 409/2017 സിലബസും നോട്ടിഫിക്കേഷൻ സിലബസിനകത്തുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള ബേസിക് ഐഡിയ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. 1, MLT ടോപ്പിക് ആയിരിക്കും മെജോറിറ്റി, 50 മാർക്കിനോളം MLT ടോപ്പിക് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. 2, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജി ആരൊക്കെയാണ്, സുവോളജി, ബോട്ടണി. അതായത് ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ലാബസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ സിലബസ് അതേ കണക്കായിരിക്കും ഉണ്ടാവാൻ സാധ്യത. ഈ ഇടയ്ക്ക് കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ലാബസ്റ്റ് പരീക്ഷയുടെ അതേ സിലബസ് 50 മാർക്കിനോളം MLT കാണും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ സുവോളജി കാണും, ബോട്ടണി കാണും. ഇത്രയും മിക്കവാറും കാണും. GK കാണാനുള്ള സാധ്യത കുറവായിരിക്കും. മാത്സ് ഉണ്ടോ എന്ന് നമുക്ക് സിലബസ് വരുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എങ്കിലും 50 മാർക്കിനുള്ള MLT ടോപ്പിക്ക് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. GK പാർട്ട് ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. മാത്സിന്റെ കാര്യം നമുക്ക് കൺഫർമേഷൻ നമുക്ക് സിലബസ് വരുമ്പോൾ അറിയാൻ സാധിക്കും. എങ്കിൽ നമുക്ക് പ്രതീക്ഷ ഇപ്പൊ കഴിഞ്ഞ ലാബസ്റ്റ് പരീക്ഷയിലെ വാട്ടർ അതോറിറ്റി അതാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ 2 കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി കിട്ടി. എന്തൊക്കെ പഠിക്കണം, എന്താണ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ +2 സയൻസ് പ്ലസ് MLT. സിലബസ് 50 മാർക്കിനുള്ള MLT ആയിരിക്കും. പിന്നീട് ഈ പഴയനകത്ത് തന്നെ ഫിസിക്സ് വരുന്നുണ്ട്, പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട്. 1 സെക്കൻഡ്, ഇതെല്ലാം പറയുന്നത് MLT ടോപ്പിക്സ് ആണ്. പാരാസൈറ്റോളജി വരുന്നുണ്ട്, പാർട്ട് 2 ഫിസിക്സ് വരുന്നുണ്ട്. അത് കുഞ്ഞു കാര്യങ്ങളായിട്ട് പറഞ്ഞേക്കാണില്ല, കുറെ ടോപ്പിക്സ് കൊണ്ട് പറയുന്നുണ്ട്. പാർട്ട് 3 ആയിട്ട് കെമിസ്ട്രി വരുന്നുണ്ട്, പിന്നെ സുവോളജി, ബോട്ടണി. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ ആണല്ലോ, അടുത്തിലേക്ക് പോകാം. അടുത്തത് റാങ്ക് ലിസ്റ്റ് ആണ്. കാറ്റഗറി നമ്മൾ നോക്കാം. 409/2017 നമ്മൾ മുമ്പേ പറഞ്ഞ നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഫസ്റ്റ് കിട്ടിയ സരിത സോമന്റെ മാർക്ക് എന്ന് പറയുന്നത് 78 മാർക്കാണ്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയുടെ മാർക്ക് എത്രയാണ്, 78 മാർക്കാണ്. ബാക്കി മാർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ റാങ്ക് എത്രയാണ്, അതായത് എത്ര മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് നമുക്ക് നോക്കാം. 338 പേരുടെ ലിസ്റ്റ് ആയിരുന്നു ഉള്ളത്. 338 പേരുടെ ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 59.67 ആണ്. പലർക്കും കൺഫ്യൂഷൻ വരും. 1ാം റാങ്ക് കിട്ടിയ മാർക്ക് നമ്മൾ പറഞ്ഞു. ഇതിപ്പോ ഏറ്റവും അവസാനം കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 59.67 ആണ്. ആ റാങ്ക് എത്രയാണ്, 338. ഓക്കെ, നമുക്കിനി ഒരു റാങ്ക് ലിസ്റ്റ് കൂടെ പരിചയപ്പെടാം. 246. നമുക്ക് എന്താ പ്രത്യേകതയെന്ന്. അതാണ്ട് 246 രാജലക്ഷ്മി GP മാർക്ക് 61.33. അതായത്
ഇപ്പോൾ അവസാനം അഡ്വൈസ് കൊടുത്ത ആടെ പേരാണ് എന്ത്? രാജലക്ഷ്മി GP. മാർക്ക് എത്രയാണ്? 61.33. എത്ര റാങ്കാണ്? 246. നമുക്കപ്പോൾ ആകെ എത്ര പേർക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. നോട്ടിഫിക്കേഷനിൽ ഒരൊറ്റ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ 297 പേർക്ക് അഡ്വൈസ് കൊടുത്തു. അവസാനം കൊടുത്ത ഓപ്പൺ കാറ്റഗറി റാങ്ക് എന്ന് പറയും 246 കണ്ട ഇപ്പോൾ കാണുന്ന 246 രാജലക്ഷ്മി GPക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് കൊടുത്തത്. നമുക്കറിയാം നമ്മുടെ നോട്ടിഫിക്കേഷൻ ആയതിൽ ഒറ്റ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ 297 അഡ്വൈസ് കൊടുത്തു. ഓപ്പൺ കാറ്റഗറി 246. അപ്പോൾ മനസ്സിലാക്കാൻ വലിയ അവസരമാണിത്. MLT പഠിച്ചവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള വലിയ അവസരമാണിത്. മാസ്റ്റർ കെ അക്കാഡമിയിലെ കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. താങ്ക് യു.